വിഷമൊന്നുമില്ല, നല്ല ചെറിയൊരു സങ്കടം. എന്റെ നടക്കാതെ പോയൊരു ഗ്രാജുവേഷൻ കഥ പറയട്ടെ. ഞാൻ 2021 കേട്ടോ പാസ് ഔട്ട് ആവേണ്ടത്. പക്ഷെ കൊറോണയുടെ ചെറിയൊരു ഡിലേ കാരണം 2022 പാസ് ഔട്ട് ആയത്. ആ ടൈമിൽ ഞങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഗ്രാജുവേഷൻ വേഗമായിരിക്കും നടത്തുക, സോ പെട്ടെന്ന് തന്നെ പോയി സാരിയും ബ്ലൗസും ഒക്കെ റെഡിയാക്കിക്കോ. അത് കേട്ടത് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ദേ വരികയാണ്, നമുക്ക് സാരി എടുക്കാൻ പോവാം. വീട്ടുകാരും ഭയങ്കര എക്സൈറ്റഡ്, ഞാനും ഭയങ്കര എക്സൈറ്റഡ്. ആ ടൈം എന്ന് പറയുന്നത് എന്റെ ഡാഡ നാട്ടിലുള്ള ഒരു ടൈമായിരുന്നു. എന്റെ ഡാഡയ്ക്ക് എന്റെ കല്യാണത്തെക്കാട്ടും എക്സൈറ്റഡ് ഈ വക കാര്യങ്ങളാണ്. നല്ലൊരു ജോലി, നല്ലോണം പഠിക്കുക, റാങ്ക് മേടിക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് എന്റെ അപ്പന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒരേ ഒരു മോള് ഗ്രാജുവേറ്റ് ആകാൻ പോവല്ലേ എന്ന് ഓർത്തിട്ട് എന്റെ അപ്പൻ എനിക്കൊരു സാരി വാങ്ങി തന്നു, ഒരു 14,000 രൂപയുടെ സാരി. അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് റൂമേഴ്സ് ഒക്കെ കേട്ടു ഞങ്ങളുടെ ബാച്ചിന് ഗ്രാജുവേഷൻ ഇല്ല എന്നുള്ളൊരു സംഭവം. അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി. ഞങ്ങളുടെ അന്വേഷണ മികവ് കാരണം ഞങ്ങളെ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചു. എന്റെയും ആദിന്റെയും പിന്നെ വേറൊരു കൊച്ചിന്റെയും കൂടെ ID കാർഡ് അവർ മേടിച്ചു വെച്ചു. അപ്പൊ ഞങ്ങളാലെ റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ആക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ID കാർഡൊക്കെ മേടിച്ചു വെച്ചു. അയാളുടെ 1.5 മണിക്കൂറത്തെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഞങ്ങളുടെ ബാച്ച് ഒഴിച്ചതിന് തൊട്ട് താഴെയുള്ള എല്ലാവർക്കും തൊട്ട് അവർ ഗ്രാജുവേഷൻ നടത്തിയിട്ടാണ്. എല്ലാവർക്കും ഗ്രാജുവേഷൻ കിട്ടി. കിട്ടായിട്ടില്ലല്ലോ, കിട്ടാഞ്ഞിട്ടല്ല, ഇനി കിട്ടിയ ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ തോറ്റ് തൊപ്പിട്ടെന്ന്. ഞങ്ങൾ കറക്റ്റ് പാസ്സായ ടീംസാണ്. കറക്റ്റ് പാസ്സാവാൻ പാടില്ല എന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി. ഗൈസ്, ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ കിട്ടാഞ്ഞതല്ല, ആക്ച്വലി ഞങ്ങളുടെ പഠിത്തം കഴിഞ്ഞിട്ട് 2.5-3 കൊല്ലമായി. അവരന്ന് ഗ്രാജുവേഷൻ ഞങ്ങളുടെ ബാച്ചിൽ മാത്രം നടത്തിയില്ല, എന്നിട്ട് ഇപ്പം കൊണ്ട് നടത്തിയേക്കുന്നു. ഞങ്ങളിപ്പം പോയാലും ഞങ്ങൾ മുതുക്കായി, അതുകൊണ്ടാണ് ഞങ്ങൾ പേര് കൊടുക്കാഞ്ഞത്.